അപ്പോൾ നമുക്ക് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കിയാലോ? കുറച്ച് ദിവസത്തിന് മുമ്പേ അരി മാറിയിട്ടാണ് മേടിച്ചത്. വെള്ളയരിയാണെന്ന് പറഞ്ഞ് മേടിച്ചത്. അത്യാവശ്യം ഈ തമിഴ്നാട്, നോർത്ത് ഇന്ത്യൻ അങ്ങനെ കൾച്ചറുള്ളവരൊക്കെ കഴിക്കുന്നൊരു വൈറ്റ് റൈസ് ഉണ്ടല്ലോ, അതാണ് മാറി മേടിച്ചത് കേട്ടോ. അപ്പോൾ അതിരിപ്പുണ്ടായിരുന്നത് കൊണ്ട് എളുപ്പമായി കാര്യങ്ങൾ. അപ്പോൾ ദേ ചോറാക്കാനുള്ള അരി കഴുകി അടുപ്പത്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ടൊമാറ്റോ ഒക്കെ അരിഞ്ഞെടുക്കാം. ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞെടുത്തു, സവോള എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ചട്ടി ഗ്യാസിലേക്ക് വെച്ചു, നന്നായിട്ട് നെയ്യ് ഒഴിച്ചു, കടുക് പൊട്ടിച്ചു. പിന്നെ നമ്മൾ സവോള വഴറ്റിയെടുക്കുകയാണ്. സവോള, ഇഞ്ചി, പച്ചമുളക് എന്നിവ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം മാത്രമേ നമ്മുടെ ചോപ്പ് യൂസ് ചെയ്ത് തക്കാളി ഇടുള്ളൂ കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ബാക്കി എടുക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല എന്ന് പറയുന്നത്, പൊടികളെന്ന് പറയുന്നത്. അപ്പം ഇതെടുത്തു. പിന്നെ നമ്മുടെ ഉള്ളി കുറച്ച് വഴന്ന് വന്നപ്പോഴത്തേക്ക് നമ്മൾ ഉണക്കമുളക് ഇട്ടിട്ടുണ്ട്. ഉണക്കമുളക് ആദ്യം ഇടാഞ്ഞത് നന്നായിട്ട് മൂത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്ക് സവോള വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് തക്കാളി ചേർക്കാം. തക്കാളി നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ ആവണം, കുത്തി ഒടിച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിൻ്റെ തൊലികളൊക്കെ ഒന്നും അലിഞ്ഞു പോകുന്ന രീതിയിലായിരിക്കണം. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ട് വഴന്ന് വന്ന് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. കുറച്ച് നെയ്യും കൂടി ചേർക്കുന്നുണ്ട് ഇതിനകത്തേക്ക് കേട്ടോ. നെയ്യുടെ നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരിക്കണം ടൊമാറ്റോ റൈസിന്. അത് നന്നായിട്ട് വഴന്നതിന് ശേഷം നമുക്ക് നമ്മുടെ മസാല ചേർത്ത് അതും കൂടി കുറച്ചൊന്ന് നല്ല രീതിയിൽ എണ്ണ തെളിഞ്ഞ് വരുന്ന രീതിയിലാക്കിയെടുക്കാം. ഇതിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. ചോറിലും അല്പം ഉപ്പ് ചേർത്തിട്ടാണ് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത്. ഓക്കെ, നന്നായിട്ട് വഴണ്ട് വന്നു, എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞ് വന്നതിന് ശേഷം നമ്മളിത് ഇറക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിന് തിളയ്ക്കുന്നത് കണ്ടോ. ഇറക്കി വെച്ചതിന് ശേഷം നമ്മുടെ വാർത്ത് വെച്ചിരിക്കുന്ന ചോറ് നമുക്ക് ഇതിനകത്തേക്ക് മാറ്റാം. കുഴഞ്ഞു പോകുന്ന ചോറ് ഒരിക്കലും ഇതിന് സ്യൂട്ടാവത്തില്ല. നന്നായിട്ട് ഇങ്ങനെ വിട്ട് കിടക്കുന്ന ചോറ് മാത്രമേ സ്യൂട്ടാവുള്ളൂ. നന്നായിട്ട് ഇളക്കി എടുത്ത് ഒരു ചോറ് പോലും ഈ ടൊമാറ്റോ റൈസിൻ്റെ ഈ ഒരു മസാല പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കിയെടുക്കുക. കുറച്ച് നെയ്യും കൂടെ ചേർക്കുക. നല്ല മണം, നല്ല ടൊമാറ്റോ റൈസിൻ്റെ മണമൊക്കെ മൂക്കിലേക്ക് വന്ന് കയറുന്നുണ്ട്. ഇതിൻ്റെ പ്രിപ്പറേഷൻസ് ഒന്നും ഞാനല്ല, കുര്യൻ ബാംഗ്ലൂർ ആയിരുന്നതുകൊണ്ട് അവൻ നല്ല രീതിയിൽ അവിടുത്തെ ഫുഡുകളൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട്. ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്. അവനാണ് പ്രിപ്പയർ ചെയ്തത്. കഴിക്കാം സ്വാദോടെ.